ഈ ടെലിപ്പതി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സെൻസുകൾക്കപ്പുറത്ത് നമ്മുടെ ചിന്തകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു പദമാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. ഈ ടെലിപ്പതി എന്ന പവർ മനുഷ്യന് കിട്ടാൻ പോകുന്നു എന്നാണ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാംബ്രിഡ്ജ് അവകാശപ്പെടുന്നത്. അവരൊരു ഡിവൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൾട്ടർ ഈഗോ എന്നാണ് ഈ ഡിവൈസിൻ്റെ പേര്. അതായത് മനുഷ്യർക്ക് ഈ ഡിവൈസ് ധരിച്ചു കഴിഞ്ഞാൽ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഈ ഡിവൈസ് നമുക്ക് എന്താണോ സംസാരിക്കേണ്ടത് അതിന് നമ്മുടെ ശബ്ദത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആ മെസ്സേജ് ഈ ആൾട്ടർ ഈഗോ ഡിവൈസ് ധരിച്ച മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത്. തീർച്ചയായും സംസാരശേഷി ഇല്ലാത്ത ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഡിവൈസ് എന്ന അർത്ഥത്തിലാണ് ആൾട്ടർ ഈഗോ വന്നതെങ്കിൽ പോലും അത് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശേഷിച്ചും നമ്മളുടെ പേശികളും നമ്മളുടെ വോക്കൽ കോഡുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ആണ് ഈ പറയുന്ന തരംഗരൂപത്തിലേക്കോ എങ്ങനെയാണോ അത് കൺവേർട്ട് ചെയ്യുന്നത് എന്നിട്ട് മറ്റേ ആളിലേക്ക് കൈമാറുന്നത്. സ്വാഭാവികമായും വലിയൊരു മാറ്റം നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുമ്പ് എലോൺ മസ്കിൻ്റെ ഒരു ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞൊരു ബ്രെയിൻ ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ബ്രെയിൻ സർജറി ചെയ്ത് ചിപ്പ് അതിനുള്ളിൽ വെച്ചിട്ട് പിന്നെ സ്മാർട്ട് ഫോണോ നമ്മുടെ ഏതെങ്കിലും ഡിവൈസോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ആ മെസ്സേജ് പാസ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് അതുപോലെയല്ല. ഇത് രണ്ടുപേർക്കിടയിൽ സൈലൻറ്റ് കോൺവെർസേഷൻ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് പുറത്ത് നമ്മൾ നമ്മുടെ ഹിയറിംഗ് എയ്ഡൊക്കെ വെക്കുന്നത് പോലെയുള്ള ഒരു ഹെഡ്സെറ്റാണ് ഈ ആൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അങ്ങനെ രണ്ടുപേർ ഈ ഉപകരണം ധരിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള സംഭാഷണത്തിന് പിന്നെ ശബ്ദം ആവശ്യമില്ല എന്നുള്ളതാണ് സൈലൻറ്റ് കോൺവെർസേഷൻ. അതായത് ആ ആളുടെ വായയുടെ ചലനം, വോക്കൽ കോഡിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്, ഈ മൈന്യൂട്ട് മൂവ്മെൻ്റ് ഒക്കെ ഡീകോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാണ് ഈ കോൺവെർസേഷൻ സാധ്യമാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇത് ഈ വോക്കൽ കോഡുകളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് AI ബേസ്ഡ് കൂടെയാണ്. അപ്പോൾ കുറേ ആളുകളിൽ ഇത് ട്രൈ ചെയ്യുന്നതിലൂടെ ഇത് കുറച്ചുകൂടെ ജനകീയമാകുന്നതിലൂടെ ഇതിൻ്റെ അക്യുറസിയും ഒക്കെ വളരെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അവർ പറയുന്നത് ഏകദേശം 90% അക്യുറസി ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്തിത്തുടങ്ങി കഴിഞ്ഞാൽ, കുറച്ചുകൂടെ വ്യാപകമായി ഇത് ജനകീയമായി കഴിഞ്ഞാൽ വളരെ വേഗത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാതെ തന്നെ അപ്പുറത്തെ ആളുകൾക്ക് നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അയാളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഗ്രഹിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഈ MIT ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായ അർണവ് കപൂർ പറയുന്നത് ട്രഡീഷണലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇൻപുട്ട് കൊടുക്കുന്ന ഈ മെത്തേഡിനൊക്കെയുള്ള ഒരു ആൾട്ടർനേറ്റീവ് രൂപമാണ് ആൾട്ടർ ഈഗോ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഹ്യൂമൻ മൈൻഡിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ ഡിവൈസ് പ്രവർത്തിക്കും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഡയലോഗുകളെ ഡിജിറ്റൽ സിസ്റ്റവും AIയും വെച്ച് മനുഷ്യൻ്റെ ഡയലോഗുകളെ ജനറേറ്റ് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു കമ്മ്യൂണിക്കേഷൻ ചരിത്രത്തിലെ തന്നെ പുതിയൊരു വിപ്ലവമാണ് ആൾട്ടർ ഈഗോ കൊണ്ടുവരിക എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ആശയവിനിമയത്തിലൊരു വലിയ വഴിത്തിരിവായിരിക്കും ആൾട്ടർ ഈഗോ വരുന്നതിലൂടെ, അത് ജനകീയമാകുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാട്ടുകളിലൊക്കെ കേൾക്കാറുള്ള പോലെ മിണ്ടാതെ നമ്മൾ എത്ര മിണ്ടി എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു ജനകീയ രൂപമായിരിക്കും ഒരുപക്ഷെ ആൾട്ടർ ഈഗോ വരുന്നതിലൂടെ സംഭവിക്കുക എന്നാണ് തോന്നുന്നത്. അതിലപ്പുറം രണ്ട് മനുഷ്യർക്ക് സംസാരശേഷിയും ഉള്ള ഒരു മനുഷ്യനും സംസാരശേഷി ഇല്ലാത്ത മനുഷ്യർക്കും ഇടയിലെ സംഭാഷണം, കമ്മ്യൂണിക്കേഷൻസ്, അവർക്കിടയിലെ ആശയ കൈമാറ്റം കുറേ കൂടെ വികസിക്കും, കുറേ കൂടെ സുതാര്യമാകും, എളുപ്പമാകും എന്നൊരു വലിയ ദൗത്യം കൂടെ ആൾട്ടർ ഈഗോ നിർവഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. MITയിൽ ഇതിൻ്റെ റിസർച്ച് ആരംഭിച്ചിട്ട് 2018 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7 വർഷത്തിലധികമായി. അന്ന് ഒരു അക്കാദമിക് റിസർച്ച് എന്നുള്ള രൂപത്തിലുള്ളൊരു ഇനിഷ്യേറ്റീവാണ് ആൾട്ടർ ഈഗോ. പക്ഷേ രസകരമായൊരു കാര്യം, ഇത് അവരൊരു കൊമേഴ്ഷ്യൽ സ്റ്റാർട്ടപ്പാക്കി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിനർത്ഥം കൊമേഴ്ഷ്യലി ഇതൊരു സ്റ്റാർട്ടപ്പായി മാറിക്കഴിഞ്ഞാൽ ഈ ഡിവൈസ് എത്രയും പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആകും, ഇത് വ്യാപകമാവും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു മാറ്റമായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതികളിൽ കൊണ്ടുവരിക. അതൊരു പ്രതീക്ഷയാണ്.